ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ ഔദ്യോഗിക മരം. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ്. കേരളം ഔദ്യോഗിക വിവരം. കേരളത്തിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ: കേരളത്തിൻ്റെ വൃക്ഷം തെങ്ങ്. ഫലം ചക്ക. പുഷ്പം കണിക്കൊന്ന. മൃഗം ആന. മത്സ്യം കരിമീൻ. ഗാനം ജയ ജയ കേരള കോമളധരണി. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങ്, ഔദ്യോഗിക ഫലം ചക്ക, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഔദ്യോഗിക മൃഗം ആന, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക ഗാനം ജയ ജയ കേരള കോമളധരണി. അതുപോലെ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ, ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക ഉഭയജീവിയാണ് ഔദ്യോഗിക ഉഭയജീവി പാതാളത്തവള. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ, ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക ഉഭയജീവി പാതാളത്തവള. അടുത്ത ക്വസ്റ്റ്യൻ: ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ആന്ധ്രാപ്രദേശ്. ഹൈടെക് സിറ്റി അതുപോലെ ഭാഗ്യനഗരം വളകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ്. ഹൈടെക് സിറ്റി, ഭാഗ്യനഗരം, വളകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ്. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി. മുത്തുകളുടെ നഗരം തൂത്തുക്കുടി. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂർ. അപ്പോൾ ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഹൈടെക് സിറ്റി അതുപോലെ ഭാഗ്യനഗരം വളകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ്. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂർ. മുട്ടനഗരം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ. മുട്ടനഗരം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ അതുപോലെ കർഷകരുടെ സ്വർഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തഞ്ചാവൂർ. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ അതുപോലെ കർഷകരുടെ സ്വർഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തഞ്ചാവൂർ. ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് കർണാടകയിലെ മാത്തൂർ. ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് കർണാടകയിലെ മാത്തൂർ. റൂയിൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹംപി. റൂയിൻ സിറ്റി ഓഫ് ഇന്ത്യ ഹംപി. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗോവ. കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗോവ. അപ്പോൾ മുട്ടനഗരം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ, കർഷകരുടെ സ്വർഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തഞ്ചാവൂർ. ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് കർണാടകയിലെ മാത്തൂർ. റൂയിൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹംപി. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗോവ. അതുപോലെ സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത്. ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ്. ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പീതാംബൂർ. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. അപ്പോൾ സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത്. ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ്. ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പീതാംബൂർ. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ.
അതുപോലെ ബാംഗ്ലൂരിനെ കുറിച്ചുള്ള വിശേഷം നോക്കാം. ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ ബഹിരാകാശ നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇലക്ട്രോണിക്സ് നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. അതുപോലെ അവസരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നതും ബാംഗ്ലൂർ. റേഡിയോ സിറ്റി എന്നറിയപ്പെടുന്നതും ബാംഗ്ലൂർ. അപ്പോൾ ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, ഇന്ത്യയുടെ ബഹിരാകാശ നഗരം, ഇന്ത്യയുടെ സിലിക്കൺ വാലി, പെൻഷനേഴ്സ് പാരഡൈസ്, ഇലക്ട്രോണിക്സ് നഗരം, അവസരങ്ങളുടെ നഗരം, റേഡിയോ സിറ്റി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം 1/10. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം 1/10. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MN റോയ്. അപ്പോൾ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MN റോയ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. 1961. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻസ് ആക്ട് 1986. അതുപോലെ സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയാക്കിയ UN ഉടമ്പടി 1979. സ്ത്രീ വിമോചന നിവാരണ പരിപാടി 1979 ഡിസംബർ 18. അപ്പോൾ ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻസ് ആക്ട് 1986. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയാക്കിയ UN ഉടമ്പടി 1979. സ്ത്രീ വിമോചന നിവാരണ പരിപാടി 1979 ഡിസംബർ 18. സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിയമം പാസ്സാക്കിയത് 1989. അപ്പോൾ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിയമം പാസ്സാക്കിയത് 1989.